ഹല്ലേലൂയ. എല്ലാ ദൈവമക്കൾക്കും വന്ദനം അറിയിക്കുന്നു. ടുഡേയ്സ് മെസ്സേജ് ടൈറ്റിൽ ഇനിയും സ്ഥലമുണ്ട്. ലൂക്കോസ് 14:22 വായിക്കുന്നത്, പിന്നെ ദാസൻ യജമാനനെ കൽപ്പിച്ചതുപോലെ ചെയ്തിരിക്കുന്നു, ഇനിയും സ്ഥലമുണ്ട് എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. നമ്മൾ ലൂക്കോസ് 14 അധ്യായത്തിൽ ഒരു വലിയ അത്താഴത്തിൻ്റെ കഥ നമ്മൾ 15 വാക്യം മുതൽ നമ്മൾ കാണുകയാണ്. 15 വാക്യത്തിൽ കർത്താവ് പറഞ്ഞു, പന്തിയിലിരുന്നവരോട് പറഞ്ഞു, ദൈവരാജ്യത്തിൽ ഭക്ഷണം കഴിക്കുന്നവൻ ഭാഗ്യവാൻ എന്ന് അവനോട് പറയുന്നു. അങ്ങനെ യേശു പറഞ്ഞത്, ഒരു മനുഷ്യൻ വലിയൊരു അത്താഴം ഒരുക്കി പലരെ ക്ഷണിച്ചു. 16 വാക്യത്തിൽ വായിക്കുന്നു. അപ്പം അങ്ങനെ കർത്താവ് പറഞ്ഞു, എൻ്റെ വീട് നിറയ്ക്കുക എന്ന് പറഞ്ഞു. വലിയ വിരുന്ന് ഒരുക്കി. ആ മനുഷ്യൻ്റെ ഹൃദയ അഭിലാഷം എൻ്റെ വീട് നിറയ്ക്കണം, കണ്ടവരെ അകത്ത് വരുവാൻ നിർബന്ധിക്കുക. 23 വാക്യത്തിൽ, അതായത് ലൂക്കോസ് 14 വലിയൊരു അത്താഴം, ഗ്രേറ്റ് സപ്പർ 16 വാക്യത്തിൽ ഒരുക്കിയതായിട്ട് കാണുന്നുണ്ട്. ലൂക്കോസ് 15 അധ്യായത്തിൽ 14 വാക്യത്തിൽ ഒരു കഠിന ക്ഷാമം വന്നതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്. പിന്നീട് ലൂക്കോസ് 16 അധ്യായം 26 വാക്യത്തിൽ ഒരു വലിയ പിളർപ്പ്, ഒരു ഗ്രേറ്റ് ഗൾഫ് കാണുന്നുണ്ട്. അപ്പോൾ ആദാമ്യ വർഗത്തിനെ അഭിമുഖീകരിക്കേണ്ട 3 യാഥാർത്ഥ്യങ്ങൾ ഇവിടെ കാണാൻ പറ്റും. അത് വലിയൊരു അത്താഴം, കഠിന ക്ഷാമം, വലിയൊരു പിളർപ്പ്. ഇതിൽ കൂടി നമ്മൾ പഠിക്കുന്നത് എന്താണ്? ഇത് വിരൽത്തുമ്പിലെ ജലകണ്ഠം കൊണ്ട് ദാഹമടക്കാൻ കൊതിക്കുന്ന നരകവാസത്തിനും ദേശത്ത് വ്യാപരിച്ചിരിക്കുന്ന കൊടിയ ക്ഷാമത്തിനും ബദലായി ഇവിടെ ഒരു മഹാമനസ്കൻ ഒരു വലിയ വിരുന്നൊരുക്കുന്നു. അതെ, സ്തോത്രം. ക്ഷണിക്കപ്പെട്ടവരെ അതെ, ദാസൻ വിളിക്കാൻ പോയിട്ട് അവരാരും വന്നില്ല. അപ്പോൾ ദൈവം കർത്താവ് പറഞ്ഞു, 23 വാക്യത്തിൽ വായിക്കുന്നുണ്ട്, വീട് നിറയുവാൻ വേണ്ടി നീ എല്ലാവരെയും വഴിയിൽ കാണുന്നവരെയൊക്കെ വിളിച്ചു കൊണ്ടുവരാൻ പറഞ്ഞു. നീ പോകണം. ഇനിയും 22 വാക്യത്തിൽ വായിക്കുന്നു, ഇനിയും സ്ഥലമുണ്ട്, ഇനിയും സ്ഥലമുണ്ട്, നീ പോകണം. 21 വാക്യത്തിൽ വായിക്കുന്നു. പിന്നെ 21 വായിക്കുന്നു, യു ഗോ ഔട്ട് ക്വിക്ക്ലി, നീ വേഗം പോകണം. 21 വാക്യത്തിൽ വായിക്കുന്നു, നീ കൂട്ടിക്കൊണ്ടുവരണം, എൻ്റെ വീട് നിറയ്ക്കണം, അകത്ത് വരുവാൻ നിർബന്ധിക്കണം. ദൈവമക്കളെ, അതെ, കർത്താവ് നമ്മളെ ക്ഷണിക്കുന്നു വീട് നിറയ്ക്കാൻ വേണ്ടി. സ്തോത്രം. ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ. അതിൽ വഴിയിൽ കണ്ടവരെല്ലാവരും കടന്നു വന്നു. നമുക്കരുങ്ങാം, സമർപ്പിക്കാം. സ്തോത്രം.